ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയൊരു നെയ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നെയ്മീൻ കറിയും ചോറും കപ്പയും ഒരു അടിപൊളി കോമ്പിനേഷനില്ലേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ നെയ്മീൻ 1 കിലോയോളം നെയ്മീൻ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീനാണ്. ഇനി നമുക്ക് കുറച്ച് വേണ്ട ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി. ഇനി ചെറിയ ഉള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ടൊന്ന് ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ സാധാരണ എണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആ ചെറിയ ഉള്ളി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഈ കറിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചത് അതും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയതെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യം നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പം ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് ഒന്ന് സോട്ടായതിന് ശേഷം നമുക്ക് ഇനിയാണ് നമ്മളെ പൊടികളെല്ലാം നമ്മൾ ചേർക്കുന്നത്. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇനിയാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു റോ ടേസ്റ്റ് മാറുന്നിടം വരെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചട്ടി ഭയങ്കര ചൂടാണെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളത് ഇളക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു കരിഞ്ഞ സ്മെല്ല് വരും. കാര്യം മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മുളക് പൊടിക്ക് പെട്ടെന്നൊരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊരു ഗരം മസാല, അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടി, അതും ഒരു പിഞ്ച് ഓഫ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയെടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി ഇട്ടാണ് നമ്മളിന്ന് ഇപ്പം നെയ്മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മളെ ചട്ടി ഓഫ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇനി ഒന്ന് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഓൺ ചെയ്തിട്ട് അതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി ആ മസാലകളെല്ലാം ആ ഗ്രേവിയിൽ കടന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ വേണ്ടി മാത്രമാണ് കുറച്ച് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഇനി ബാക്കി പുളിവെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കറി ഒന്ന് ഇങ്ങനെ ജസ്റ്റ് തിള വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ നെയ്മീൻ നമുക്ക് ഓരോ പീസസ് ആയിട്ട് നമ്മളെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മീൻ എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കുറച്ച് നേരം അവിടെ നിന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് കാത്തിരുന്നതിന് ശേഷം കുറച്ച് ഒന്ന് ഇളക്കി, ഒരുപാട് നമ്മൾ പൊട്ടി പോവാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കാൻ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇനി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമ്മളെ കറി നല്ല സെറ്റായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പം നല്ല അടിപൊളി എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. ഇനി നമുക്ക് കുറച്ച് ചോറും നെയ്മീനും കപ്പയും പിന്നെ വറ്റ കിട്ടിയിട്ടുണ്ട്, വറ്റയും എല്ലാം കൂടെ കൂട്ടി തോരനും ഒക്കെ കൂട്ടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.